നിങ്ങൾ എപ്പോഴെങ്കിലും മറ്റൊരു ആർട്ടിസ്റ്റ് വരച്ച ഡ്രോയിങ് അല്ലെങ്കിൽ പെയിന്റിംഗ് നോക്കിയിട്ട് എനിക്ക് ഇതുപോലെ വരയ്ക്കാൻ പറ്റില്ല, ഞാൻ നല്ലൊരു ആർട്ടിസ്റ്റ് അല്ല, എനിക്ക് ഒട്ടും കഴിവില്ല എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിട്ടുണ്ടാവും. ആർട്ട് എന്ന് പറയുന്ന കാര്യം ഒരു ഗാർഡൻ ആയിട്ട് സങ്കല്പിക്കുക. അതിൽ ഓരോ ആർട്ടിസ്റ്റുകളും ഓരോ ചെടികൾ നട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ ചെടികൾ മെല്ലെ വളർന്ന് അതിൽ പൂക്കൾ ഉണ്ടാവുന്നു. ഒപ്പം നിങ്ങളും ഒരു ചെടി അവിടെ നട്ടിട്ടുണ്ട്. നിങ്ങളുടെ ചെടി വളർന്ന് അതിൽ മനോഹരമായിട്ടുള്ള ഒരു റോസ് ഫ്ലവർ ഉണ്ടായി. പക്ഷെ നിങ്ങൾ നോക്കുന്ന സമയത്ത് എന്താ, തൊട്ടപ്പുറത്ത് ഒരു നല്ലൊരു വലിയ സൺഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നു. നിങ്ങൾ ആ സൺഫ്ലവറിന് നോക്കിയിട്ട് പറയാ, ആ ആർട്ടിസ്റ്റിന് സൺഫ്ലവർ എത്ര ബിഗ്, എത്ര ബ്രൈറ്റ് ആയിട്ടുള്ള കളർ അതിൻ്റെ അകത്തുള്ള, വളരെ യെല്ലോയിഷ് ആയിട്ടുള്ള വളരെ വലിയൊരു ചെടി അദ്ദേഹത്തിനുണ്ട്. എൻ്റെ കയ്യിലുള്ള ചെടി നോക്കിയേ, എൻ്റെ ചെടി ഒരു കുഞ്ഞ് റോസ് ഫ്ലവർ. എന്ത് മണ്ടൻ ചിന്താഗതിയാ അല്ലെ? ഒരു റോസ് ഫ്ലവറിനും ഒരു സൂര്യകാന്തി പൂവിനും എന്തിന്റെ ബേസിലാണ് നിങ്ങൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്? ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾ ചിരിക്കും, പക്ഷേ റിയൽ ആയിട്ട് നമ്മുടെ ആർട്ട് വർക്ക് മറ്റുള്ള ആർട്ടിസ്റ്റുകളുടെ ആർട്ട് വർക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേ കാര്യം തന്നെയല്ലേ ചെയ്യുന്നത്? എന്ത് ലോജിക്കാണ് അതിന്റെ ബാക്കിലുള്ളത്? ആർട്ടില് നിങ്ങൾ വരയ്ക്കുന്ന ഓരോ ചിത്രങ്ങളും നിങ്ങളുടേതായിട്ടുള്ള യൂണീക് സ്കില്ല് ഉപയോഗിച്ച് വരയ്ക്കുന്നതാണ്, നിങ്ങളുടേതായിട്ടുള്ള എക്സ്പീരിയൻസ് ഉപയോഗിച്ച് വരയ്ക്കുന്നതാണ്. സോ നിങ്ങളുടെ ആ ഒരു ജേണിയിൽ നിങ്ങൾ വരയ്ക്കുന്ന ഓരോ ചിത്രങ്ങളും നിങ്ങളുടേതായ രീതിയിൽ ബ്യൂട്ടിഫുൾ ആണ്. കൂടുതൽ പഠിക്കുന്നത് വഴി, കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് പിന്നെയും പിന്നെയും നല്ല നല്ല ചിത്രങ്ങൾ മുന്നോട്ട് വരയ്ക്കാനായിട്ട് സാധിക്കും. സോ ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. പകരം മറ്റുള്ളവരിൽ നിന്നും നല്ലത് എന്താണോ അത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം, എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കാം.